ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖല്ലേ? നമ്മളും മലയാളികള് എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല. കാരണം പ്രത്യേകിച്ച് പണികൾ ഇറന്ന് മേടിക്കാനായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോകണം മലയാളികൾക്ക് വലിയ താല്പര്യ. അപ്പൊ അതേപോലെ തന്നെ കയ്യിലിരിക്കണ ഒരു വസ്തു കൊടുത്തിട്ട് വെറുതെ ദാനം കൊടുക്കാന്ന് പറയില്ലേ, അങ്ങനെ കൊടുത്തിട്ട് പണി ഇരന്ന് മേടിച്ച ഒരു കാനഡയിലുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. എന്നെ വിളിച്ച ഈ സഹോദരൻ നാട്ടില് അത്യാവശ്യം പറമ്പും കാര്യങ്ങളും അല്ലാണ്ട് ഭൂസ്വത്തൊക്കെ ഉണ്ട്. മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം അദ്ദേഹം ഈ തറവാട് മുഴുവൻ പൊളിച്ച് നല്ല പുതിയ സ്റ്റൈലിലുള്ള വീടൊക്കെ പണിത് എന്തിനാണെന്നറിയാ, ശിഷ്ടകാലം അതായത് റിട്ടയർമെന്റ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ജന്മനാട്ടിലെ ചെയ്യൂ. ആളുടെ വൈഫും ഫുൾ സപ്പോർട്ടാണ്. നാട്ടിൽ പോവാൻ സെറ്റിൽ ആവാൻ, പിള്ളേരെ ഇവിടെ വെച്ച് കാണിച്ചോട്ടെ, ആ സെറ്റപ്പ്. അങ്ങനെ പിള്ളേരെ അത്യാവശ്യം അവർക്ക് കൊടുക്കണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാട്ടിൽ പോവുക, ഇതാണ്. അപ്പോൾ വളരെ നല്ല കാര്യം. അപ്പോൾ ആശാൻ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പറമ്പിന്റെ ഒരു സൈഡിൽ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമല്ല, ഇവരുടെ തന്നെ കാരണന്മാരുടെ അപ്പൻ്റെ കാലം എന്ന് പറയില്ലേ, അങ്ങനത്തെ കാലത്ത് ഇവർ ചേട്ടനിയന്മാരെ മക്കളായിരുന്നു. അപ്പോൾ കാരണന്മാരുടെ കയ്യിലിപ്പാണോ അല്ലെങ്കിൽ സമയദോഷമാണോ എന്താന്ന് പറയാൻ പറ്റില്ല. ഇദ്ദേഹം പറമ്പുകളേക്ക് മേടിച്ചു കൂട്ടി സെറ്റപ്പായി അവിടേക്ക് ഉള്ളത്, അതായത് അവരുടെ പ്രോപ്പർട്ടിക്ക് നടക്കാനുള്ള വഴി എന്ന് പറയുന്നത് നടക്കാനുള്ള വഴിയുള്ളൂ, ഓട്ടോറിക്ഷ പോലും പോവില്ല, ആ അവസ്ഥയിലുള്ള ഒരു പറമ്പ് കാലിനായിട്ട് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വെക്കേഷന് പോയി അവിടെ കോമ്പൗണ്ട് വാൾ ഇങ്ങനെ കെട്ടുകയാണ്. ആ സമയത്ത് ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അയൽവാസി വന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് കണ്ട സ്ഥലക്കില്ലേ, എനിക്കൊരു ഓട്ടോറിക്ഷ കയറാനുള്ള ഒരു ഓട്ടോ പോകാനുള്ള വഴി എനിക്കൊന്ന് തരുമോ? വലിയ ദൂരമില്ല, അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളൂ. എനിക്ക് രണ്ട് പെൺപിള്ളേരെ വളർന്നു വരണേ, അവറ്റങ്ങളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ഗുണം കിട്ടില്ലേ, നീ പറ്റിങ്ങി ഒന്ന് തായോ, ഞാൻ അതിന് വേണമെങ്കിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, നാട്ടുനടപ്പുള്ള കാശ് ചോദിക്കരുത്, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കാശും തരാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച സഹോദരന് 3 പെൺപിള്ളേരാ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് നോക്കിയപ്പോൾ, എന്നാ ഓക്കെ, നീ ഒരു പണി, നീ അത് ഈ പറഞ്ഞ 3 അടി ഏത് ഓട്ടോറിക്ഷ പോകാനുള്ള വഴി നീ എടുത്തോ, ഓട്ടോ പോകാനുള്ള വഴി എടുത്തോ, പൈസ തരണ്ട, പക്ഷെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയുള്ള എല്ലാ ചെലവുകളും നീ നടത്തണം എന്ന് പറഞ്ഞു. കാരണം ഇയാൾക്ക് ഇതിന്റെ അപ്പുറത്ത് ഏക്കർ കണക്കിന് പറമ്പ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇയാളുടെ ഭാര്യം പറഞ്ഞു, അതിപ്പോ പോയോണ്ട് നമുക്കൊന്നും പറ്റാനില്ലല്ലോ, അത് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് നാട്ടിൽ നിന്ന് പോകാനായിട്ട് മുമ്പ് ഈ സ്ഥലം, ഈ വഴി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, ഫ്രീ ആയിട്ട്. ഓർമ്മിക്കുക, ഓക്കെ, ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം വെക്കേഷന് കഴിഞ്ഞു, പോരാൻ നേരത്ത് വരുന്നു, പെട്ടി കിട്ടുന്നു, സ്നേഹം പങ്കിടുന്നു, അങ്ങനെ യാത്രയും പറഞ്ഞിട്ട് അവരോടൊന്ന് പോന്നു. പോന്നിട്ട് അപ്പൊ ആ സമയത്ത് അവിടെ മതിലിന്റെ പണി നടക്കുന്നുണ്ട്, തറയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്, കരിങ്കല്ല് കെട്ടില് ആ പരിപാടി. മുകളിലേക്ക് എല്ലാ കല്ലും കാലിലും കട്ടലേക്കും വെയിറ്റ് ചെയ്യണം ബെൽറ്റ് കെട്ടിട്ട് അവനായിട്ട്. ആ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ആൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ മതിൽ പണിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സാധനങ്ങളേക്കും എൻ്റെ പറമ്പിലാണ് കിടക്കണേ, അതുകൊണ്ട് അത് ശരിയാവില്ല. അതുമല്ല, നിങ്ങൾ മതിൽ കെട്ടിയിരിക്കുന്നത് എൻ്റെ പറമ്പിലേക്ക് വസ്തുവിലേക്ക് ഇറക്കിയിട്ടാണെന്ന്. അപ്പോൾ ഇങ്ങൊരു പെട്ടെന്ന് നമ്മുടെ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറയല്ലേ, ഏത് ഞാനിങ്ങനെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കരയോഗമാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ പോലെ ഇയാൾ ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ തന്ന സ്ഥലം അതന്നെ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലേ, ആ രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മൊത്തത്തിൽ 9 അടി അങ്ങനെ എന്തോ കണക്ക് പറഞ്ഞു. അത്രയും ഇത് വസ്തുവാണുള്ളത്. ഒരു പണി ചെയ്യുക, നീ അളപ്പിക്കുക, അളന്നിട്ട് നിന്റെ വസ്തുവിലാണ് മതിൽ നിൽക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഞാൻ നാട്ടിൽ വരും, ഞാൻ പൊളിച്ചു കളയും, പബ്ലിക്കായിട്ട് നിന്നോട് മാപ്പും പറയും, നിന്റെ വസ്തുവിലേക്ക് ഞാൻ കയറ്റി എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ അബദ്ധം കാണിച്ചു, പക്ഷെ നീ അളന്നോ, 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ട് കടന്നിട്ടുണ്ടാവില്ല, ഇതെന്റെ വാക്കാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി അവിടെ പണി നടക്കുകയായിരുന്നു. പുള്ളി അവിടെ ചെന്നിട്ട് പുള്ളിയും പുള്ളിയുടെ ഭാര്യയും ഒക്കെയും പോയിട്ട് ഈ മതിൽ അങ്ങോട്ട് പൊളിച്ചാട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആളവിടെ ഉള്ള സമയത്ത് ബേസ്മെന്റ് കിട്ടി, അതിന്റെ മുകളിൽ ബെൽറ്റ് വാർത്തു, അപ്പോഴൊന്നും ഒരു പരാതിയില്ല. ആൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം പൊളിക്കലായി, പ്രശ്നമായി. ഇയാൾക്ക് അപ്പോൾ വാശിയായി. ഇയാൾ കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ കുടുംബത്തിൽ ഉറക്കൂല മോനെ, കാരണം നീ ഇങ്ങനത്തെ പണി കാണിച്ചു വെച്ചെങ്കിൽ നിനക്കുള്ള പണി ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു, നേരെ വക്കീലിനെ വെച്ചു. ഇയാള് വക്കീൽ മുഖാന്തിരം 1 ലോഡ് ഇമെയിലുകൾ, അതായത് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് പ്രവാസകാര്യ മന്ത്രാലയം, പിന്നെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ മുഖ്യമന്ത്രി VD സതീശൻ, അവർക്ക് വരെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മരിച്ചാര പറ ഇമെയിൽ അയച്ചു. സംഭവം കേസായി. അവസാനം പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് വന്ന് നിന്നിട്ട് ആ മതിൽ പണി തീർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരിമാരുണ്ട്, കുറച്ചപ്പുറത്ത് താമസിക്കുന്നുണ്ട്.
ഈ പറമ്പ് ഇവന് വഴി കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരിമാര് ഇയാളെ പറയാത്തോട്ടൊന്നുമില്ല. നാട്ടുകാരും പറഞ്ഞു, നീ എന്ത് പൊട്ടനണ്ടാ, നീ അല്ലാണ്ട് അവന് കൊടുക്കൂ, ഇത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആവും, നീക്ക് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവന്റെയും കാരണന്മാരുടെ കയ്യിൽ പോണ്ടാണ് ഇവനിക്ക് ഇങ്ങനെ ആയത്. അതൊക്കെ നിനക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോ അറിയില്ല, നീക്ക് അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ഈ പെങ്ങന്മാരെ വിളിച്ചു, ഡിയെ എന്നാലും അവൻ അങ്ങനെ ചെയ്തു, എനിക്ക് ഭയങ്കര വിഷമായി, അത് കേസായി, പ്രശ്നങ്ങളായി. നീ എന്തിനാ ഇപ്പൊ പറയണേ, നീ കൊടുക്കടാ, നീ ഒരു കുറച്ചുകൂടി കൂടുതൽ സ്ഥലം കൊടുക്കവന്, നീ വെറുതെ കൊടുക്ക്, നീ ഭയങ്കര കോടീശ്വരനല്ലേ, നീ കൊണ്ട് കൊടുക്ക്. ഇവന്റെക്ക് സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് നമ്മളപ്പനോ ഈ സാധനം കൊടുക്കാതെ കൊണ്ടു നടന്നത്. അപ്പൊ നീ വല്ലാണ്ട് കാനഡയിലും ആയിരിക്കും പോയി, നിനക്ക് അത്യാവശ്യമായപ്പോ നിനക്ക് അതിന് വിലയില്ലെങ്കിൽ നീ കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഞങ്ങളോട് പണ്ട് കാര്യമില്ല, വെച്ചനുഭവിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് കണ്ട വേറൊരു കാര്യം, അപ്പൊ ആളിനോട് പറയേൽപ്പിച്ച കാര്യത്തിലേ ഉള്ളൂ, നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് ചെല്ലുമ്പോൾ, കാരണം നമ്മൾ ഇവിടെ എന്താ പറയാ, നമ്മൾ കളത്തിന്ന് മാറിക്കുക എന്ന് പറയില്ലേ. കാരണം നമ്മുടെ നാട്ടില് ഈ അതിരുമാന്തല്, വെട്ടിപ്പിടിക്കല്, ഒരാളെ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് വെക്കല്, ഇതൊക്കെ അവിടെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പരിപാടിയാണ്, നോർമൽ കേസാ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ടച്ച് വിടും. മനസ്സിലാവണ്ട, ബസ്സിൽ ഉന്തിക്ക് തള്ളിക്കയറ്റി കയറുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങോട്ട് കുത്തിക്കയറ്റി ഓടിക്കുക. പണ്ട് ഇതിന്റെ ഉസ്താദായിരുന്നു ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇപ്പോ അവിടെ ചെന്നാൽ കിടന്ന് പകയ്ക്കും, നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ പ്രാക്ടീസായി. നമുക്കൊരിക്കലും നമ്മുടെ നാടിനോ നമ്മളെ കുറ്റം പറയരുത്. എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മള് ചെറുപ്പം തൊട്ട് നമ്മളിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ലൈനിൽ നിന്ന് ഭയങ്കര ഡിസിപ്ലിനിൽ നിന്നിട്ട് 1 2 3 കൊണ്ട് കയറാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലെത്തില്ല, ആ സമയത്തിന് ഓഫീസിലെത്തില്ല. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു കൾച്ചർ, നമ്മുടെ സംസ്കാരം, സാമൂഹികമായുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ബാങ്കിൽ ലൈനപ്പാണോ ആ ലൈനപ്പിൻ്റെ ഒന്ന് കുത്തിക്കയറാൻ പറ്റും, കുത്തിക്കയറും. അത് അവിടുത്തെ ഒരു സർവൈവൽ മോഡാണ്. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു ചേഞ്ച് ആയി. അവർ സ്റ്റിൽ ആ ഒരു സംഭവത്തിൽ കൂടെ നമ്മുടെ നാട്ടിലത്തെ കുറെ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ബേസിക് ആയിട്ട് ഒരു സാധനം, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ചെറുപ്പം തൊട്ടേ ആ കുട്ടി ബസ്സിൽ കയറുമ്പോൾ ഇടിച്ച് കുത്തി കയറാനെ പഠിപ്പിക്കണേ. അവിടെ നിന്ന് തുടങ്ങുകയാണ് ബാക്കിയുള്ളവർക്കൊന്നും അവസരം എന്നുള്ളത് എൻ്റെ വിഷയമല്ല, എനിക്ക് കയറുക എന്നുള്ള ആ ഒരു സംഭവം അത് അവിടെ അങ്ങനെയാണ്. മനസ്സിലാവണ്ട, ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും ഓരോ സാമൂഹികമായ സംസ്കാരമുണ്ട്. അപ്പോൾ ആ സംസ്കാരത്തിന് നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മലയാളികൾ സ്പെഷ്യലി ഇന്ത്യൻസ്, അതിനകത്ത് വീണ്ടും ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ മലയാളികൾ ഏത് രാജ്യത്ത് പോയാലും ഏത് മേഖലയിൽ പോയാലും അടിച്ചു കയറും. നമ്മൾ തമാശക്ക് പറയും ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടെന്ന് പറയും. വെറുതെ ഒന്നുമില്ല, ചന്ദ്രനിൽ വെള്ളം ഇല്ലെങ്കിൽ അവൻ വെള്ളം ഉണ്ടാക്കാനുള്ള വഴി ഒപ്പിക്കും. കാരണം അതാണ് നമ്മുടെ നാട്ടിലെ പഠിപ്പ്. അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷെ ആ പോസിറ്റിവിറ്റി എന്താ പറയാ, ബാക്കിയുള്ളവരെ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്താണ് ഈ പ്രശ്നവും ഉണ്ടാവുന്നത്. അങ്ങനത്തെ സംഭവം നാട്ടിൽ നിന്ന് അത്യാവശ്യം തട്ടും തടവും പഠിച്ചിട്ട് പുറത്ത് പോകണോ, എങ്ങനെ പോയാലും രക്ഷപ്പെടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ കണ്ട കാശും കോടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നും പറഞ്ഞിട്ടുണ്ട്, മുന്നും ഒരു വീഡിയോയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ട് കോടികൾ നാട്ടിലിട്ട് ഇറക്കിയിട്ട് അവസാനം പിച്ചക്കാരനായിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ബേസ്മെന്റിൽ താമസിച്ച് ജീവിതം തുടങ്ങിയ ഒരു മലയാളിയുടെ കഥ എനിക്ക് 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേമാതിരി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും നമുക്കുള്ള പണി കറക്റ്റായിട്ട് കിട്ടും. ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമ്മൾ മുമ്പ് കേട്ടതാണ്, ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത്. നാട്ടിൽ പോകുന്നു, ചാടി കയറുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിച്ചക്കാരനാവണു, തിരിച്ചു വരുന്നു. നമ്മൾ കൊണ്ടുപോകുന്ന പൈസ കോടിയോ കോടികളോ ലക്ഷങ്ങളോ എന്തായിക്കോട്ടെ, ഈ സാധനം നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പോഴേക്കും ഓൾറെഡി അവിടുത്തെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലും എല്ലാം അങ്ങനെയാണ്. നമ്മളും പണ്ട് അതിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നത്. അവർ വരുന്നു, സൂപ്പർ ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഇന്ന് അഡ്വാൻസ് കൊടുത്ത സാധനം കിട്ടും, നാളേക്ക് പോവും. അയാൾക്ക് പണം കഴിക്കണ വലിയൊരു മരം ഉണ്ട്, അല്ല മെഷീൻ ഉണ്ട്, ആ മെഷീൻ ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് അഡ്വാൻസ് കൊടുത്ത സാധനം കിട്ടും, 11 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അയാൾക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് ആ മരത്തിൽ നിന്ന് ഊരിയെടുത്താൽ പോരാ പൈസ, അത് ചെയ്യില്ല, അത് വിൽക്കും അയാൾ. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നുണ പറയുന്നത് വിശ്വസിക്കില്ല, നമ്മൾ അത്രയും ക്രൂക്കഡാവില്ല. നമ്മുടെ ബുദ്ധി അത്രയും ഷാർപ്പായിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ മാറിയതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും, എന്നാ പിന്നെ ആയിക്കോട്ടെ, ലാഭം കിട്ടില്ലേ. അവസാനം അതും പോവും, ഇതും പോവും, എല്ലാം പോവും. അതുപോലെ തന്നെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും, പറമ്പ് മേടിക്കാം, നമുക്ക് ബിൽഡിംഗ് മേടിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ ചെന്നിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം
നിങ്ങൾ ഇത്രയും കൊല്ലം നാട്ടിൽ നിന്ന് മാറി നിന്നല്ലേ, അവിടെ ഒന്ന് ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം കാല് നീട്ടുക എന്ന് പറയും. ഇരുന്നിട്ട് കാല് നീട്ടുക എന്ന് പറഞ്ഞ മാതിരി 6 മാസമോ 1 വർഷമൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് നാടെന്താണെന്ന് വീണ്ടും പഠിക്കണം. കാരണം നമ്മൾ പോകുന്ന നാടല്ല. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസിലും നമ്മൾ ഓർമ്മകളിലും ജീവിക്കുന്ന ആൾക്കാരാ ഈ പറഞ്ഞ പ്രവാസികള്. പക്ഷെ നാട്ടിലുള്ളവർ അങ്ങനെയല്ല. അവര് യാഥാർത്ഥ്യത്തിൽ ജീവിക്കണതാ. അവരിപ്പോഴും ആ സർവൈവൽ മോഡ് തുടക്കത്തിൽ പറഞ്ഞ ആ സാധനത്തിൽ തന്നെ ഇടിച്ചു കുത്തി കയറി അടിച്ചു പൊളിച്ച് പോയി അവരെ ശീലിച്ചതാണ്. അപ്പൊ അവർക്ക് അവിടെ നിൽക്കുന്നു. നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഓർമ്മകളും കൊണ്ട ചെല്ലണേ. ഓർമ്മകൾക്കൊന്നും വലിയ വാല്യൂ ഒന്നും ഇല്ല. മനസ്സിലാവണ്ട? അപ്പൊ നൊസ്റ്റാൾജി അടിച്ചിട്ട് അവൻ എന്നെ പറ്റിക്കില്ല, ഇവൻ പറ്റിക്കില്ല എന്ന് വിശ്വസിച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് പണി കിട്ടും. പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയല്ല. വളരെ സിൻസിയർ ആയിട്ട് ജെനുവിൻ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഒന്നുകിൽ 10 ആൾക്കാരോട് ചോദിക്കുക, ഈ വ്യക്തി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കച്ചവടം ഉണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, അത്യാവശ്യം ഒന്ന് ചോദിച്ചറിഞ്ഞും പിടിച്ചിട്ടേക്ക് മാത്രം ഇവ പണിക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കുറെ ആൾക്കാർ റിവേഴ്സ് മൈഗ്രേഷൻ നടത്തുന്നുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോയിട്ട് ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ വരും. അന്ന് ചോദിച്ചപ്പോൾ ഒരു പെട്ടെന്ന് എമർജൻസിക്ക് വന്നു, എൻ്റെ അപ്പച്ചനും ഓപ്പറേഷൻ ഉണ്ട്, 50,000 രൂപ വേണം, ഞാനൊന്ന് ആലോചിക്കിട്ട് 6 മാസം കിട്ടി തരാമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വകതിരിവ് കാണിക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ പ്രതീക്ഷയിൽ കൊടുക്കാൻ പാടില്ല. അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ആ സെറ്റപ്പിൽ വേണം അത് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വകതിരിവ് നമ്മൾ കാണിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പൊ ഈ പറമ്പ് ചോദിച്ചു, നിനക്ക് കുറെ ഉണ്ടല്ലോടാ, എനിക്കൊരു 1/2 സെന്റല്ലോ എന്തായോ എന്ന് പറയുമ്പോൾ അന്ന് അടുത്ത എന്ന് പറയാതെ ഞാന് 2 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് വരൂ പിടിക്ക്, സ്വസ്ഥമായിട്ട് നമുക്ക് അപ്പ ചെയ്യാടാ, ഇപ്പൊ തൽക്കാലം ചെയ്തു. കാരണം നമ്മുടെ നാട്ടിലൊരു സ്വഭാവം ഉണ്ട്, ഒട്ടകത്തിന് സ്ഥലം കൊടുക്കാന്ന് പറയില്ലേ. നമ്മള് ഓട്ടോറിക്ഷയ്ക്കുള്ള വഴി കൊടുത്തു, അപ്പൊ മറ്റേ പുള്ളി അവിടെ മതിൽ കെട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാവില്ല. ഓട്ടോയ്ക്കുള്ള സ്ഥലം കൊടുത്തു, പിന്നാലെ അവര് വഴക്കും വെക്കാണ്. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവൻ കാനഡ പോലോ. അപ്പൊ പിന്നെ വരുമ്പോ അതിനുള്ളിൽ പതുക്കെ അവിടെ കാറ് കയറ്റാം, പിന്നെ ലോറി കയറ്റാം. അപ്പൊ പിന്നെ വഴി വീതി കൂടി, പിന്നെ അതായി അതിന്റെ കണക്ക്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അത് ഉദ്ദേശിച്ചിട്ടാവും മറ്റേ പുള്ളി ചെയ്തേ. പക്ഷെ ഈ എന്നെ വിളിച്ച സഹോദരൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമ്മള് വീക്ഷണ കോൺ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ആ വീക്ഷണ കോൺ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മുട്ടൻ പണി കിട്ടും. എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എല്ലാവർക്കും ബുദ്ധി എന്നുള്ള സാധനം ദൈവം തന്നിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. പറ്റാവുന്ന രീതിയിൽ സമയമെടുത്ത് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് മാത്രം ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണ കാശ് വല്ലവൻ്റെ കയ്യിലിരിക്കും, നമ്മൾ തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും നമ്മൾ പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ദൈവം കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശരി എന്നാൽ, ബൈ.